Dr. Joy's Ventures. DDC Group has been വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും പറയേണ്ടത് ഇവിടെ ഈ വേദിയിൽ വെച്ച് പറയേണ്ട കുറേ കാര്യങ്ങൾ ഓൾറെഡി ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി വീഡിയോ ആണത്. ആൻഡ് some of the biggest names in Chennai, I was not happy with the way they responded to some of my questions, is going to be made available to women at unbelievable prices. Managing Director of Dr. Joy's Venture, let's have a thunderous round of applause for the man of the moment, Dr. Ajit K. Joy. The other dignitaries will be joining us in a couple of moments. Dr. Joy's Ventures. DDC Group has been revolutionizing the healthcare industries for more than 40 years, and now here we are today to be the part of new launches which will truly revolutionize the healthcare sector. Yes, so ladies and gentlemen, as we all know, ഇവിടെ കൊച്ചിയിൽ ഇതൊരു സന്തോഷത്തിന്റെ സുദിനമാണ്. ഇത് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. It is just with one reason, to celebrate this one title, Dr. Joy's Ventures. So എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ബാക്കിൽ തന്നെയുണ്ട്. So can we have a huge round of applause to start with? ഒരു നല്ല കൈയടി. That's nice, and with this power, let's start it off. Ladies and gentlemen, namaskaram, namaskar, sat sri akal and adab. Kalam nammale kondetthichirikiyana to another revolutionary innovation, I would say. Yeah, here, and that is Dr. Joy's Ventures. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40 വർഷത്തിന്റെ പരിചയ സമ്പന്നതയുമായി ഇവിടെ കൊച്ചിയിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി we have Dr. Joy's Med Stores, Dr. Joy's Mammographia, and we have the Wellness Center, and we are also having a corporate office to be welcomed today. So once again, welcoming all of you. We are here to be part of a new revolution, a new beginning. And now to know more about Dr. Joy's Ventures, let's take a look at the corporate video. ഡോക്ടർ ജോയ്സ് വെഞ്ചേഴ്സ് ആരംഭിക്കുന്നത് നിര്യാതനായ ശ്രീ ജോയ് ജോസഫിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1983 ഡോക്ടർ ഡയഗ്നോസ്റ്റിക് സെന്റർ DDC എറണാകുളത്ത് ആരംഭിക്കുന്നു. DDCയുടെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി LC ജോസഫും ഡോക്ടർ ശ്രീമതി സ്മിത അജിത്തുമാണ്. DDCക്ക് ഇന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകി നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഡോക്ടർ അജിത് ജോയ് ആണ്. DDCക്ക് ഇന്ന് എറണാകുളത്തും കോട്ടയത്തുമായി നിരവധി ശാഖകളുണ്ട്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഡയഗ്നോസ്റ്റിക് സെന്റർ DDRCയുടെ നട്ടില് ഡോക്ടർ അജിത് ജോയ് ആണ്. ഈ അടുത്ത കാലത്ത് DDRCയുടെ ബോർഡിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഇപ്പോഴും DDRCയുടെ വഴികാട്ടിയും ഉപദേശകനും ഡോക്ടർ അജിത് ജോയ് ആണ്. കഴിഞ്ഞ 40 കൊല്ലമായി പാരമ്പര്യവും ശാസ്ത്രവും ഒത്തിണക്കിക്കൊണ്ട് ആരോഗ്യ മേഖലയിൽ കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഒരു കൈത്താങ്ങായി സാങ്കേതിക വിദ്യകളുടെ വളർച്ചയ്ക്ക് ഒപ്പം സഞ്ചരിച്ചു. 40 വർഷം മുന്നേ തന്നെ തന്റെ ദീർഘവീക്ഷണത്തിലൂടെ പരേതനായ ജോയ് ജോസഫ് തുടങ്ങി വെച്ച പ്രസ്ഥാനം ഇന്നും മെഡിക്കൽ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഡോക്ടർ അജിത് ജോയുടെ കരങ്ങളിൽ ഭദ്രമായി മുന്നേറി വരികയാണ്. ഡോക്ടർ ജോയ്സ് വെഞ്ചർ ഇന്ന് ഡോക്ടർ ജോയ്സ് മാമോഗ്രഫിയ, ഡോക്ടർ ജോയ്സ് വെൽനസ്, ഡോക്ടർ ജോയ്സ് സ്കാൻ കെയർ ക്ലിനിക് ആൻഡ് ഡോക്ടർ ജോയ്സ് മെഡ് സ്റ്റോർ എന്നിങ്ങനെ ഒരുപാട് സംരംഭങ്ങളിൽ എത്തി നിൽക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി 22-ലധികം ആശുപത്രികളിലേക്ക് എത്തി നിൽക്കുന്ന പ്രവർത്തന മേഖല ഇന്ന് കേരളത്തിന് പുറമെ അന്യ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു നിൽക്കുകയാണ്. ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ചുള്ള ക്യാൻസർ ചികിത്സാ രീതി അവതരിപ്പിക്കുവാനും പിന്നീട് കാരിത്താസ് ഹോസ്പിറ്റലിൽ ക്യാൻസർ രോഗികൾക്കായി ഈ ഫലപ്രദമായ ചികിത്സാ രീതി നടപ്പിലാക്കാനും അങ്ങനെ ഒട്ടേറെ കുടുംബങ്ങൾക്കാണ് ജീവൻ തിരിച്ചു നൽകിയത്. കാലത്തിനൊപ്പം വളരുന്നതിന് ഉത്തമ ഉദാഹരണമാണ് അരാമിസ് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുള്ള ചികിത്സാ രീതി. കൂടുതൽ കാര്യക്ഷമതയും റിസ്ക് കുറയ്ക്കുകയും ചെയ്യുന്ന ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ മാത്രമല്ല, സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ മാമോഗ്രഫി, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ചികിത്സാ രീതിയും ഇവിടെ ലഭ്യമാണ്. ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ താങ്ങാനാവുന്ന വിലയിൽ സേവനങ്ങൾ 24/7 പ്രവർത്തിക്കുക എന്നത് ഡോക്ടർ ജോയ് സംരംഭങ്ങളുടെ മുഖമുദ്രയാണ്. Wow, what a wonderful journey so far. I know we did welcome all of you, but since each and every one of you sitting in front of us are very special, you deserve a more intimate, more personal welcome. And for that, we have just the right person with us here on stage.
Yes, ladies and gentlemen, ഇവിടെ നമ്മളിപ്പോ ഈ ഒരു കോർപ്പറേറ്റ് വീഡിയോ ഒക്കെ കണ്ടു. അതിലൂടെ we got to know about the man behind the backbone എന്നൊക്കെ നമുക്ക് പറയാം. And he is a person who brought a revolution in the sector of nuclear medicine out here. Ladies and gentlemen, with a big round of applause, let us invite Dr. Ajit K. Joy, the managing director of Dr. Joy's Ventures, to do the welcome honor. So please. The visionary leader who is an inspiration for all of us, Dr. Ajit K. Joy. Good morning, everyone. മലയാളത്തിൽ പ്രസംഗിച്ച് ശീലമില്ല, എന്നാലും ശ്രമിക്കാം. ഞാൻ ഒഫീഷ്യലി നമ്മുടെ വിശിഷ്ടാതികളെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇന്നത്തെ നമ്മളിവിടെ എന്തിനാണോ കൂടിയിരിക്കുന്നത് അതിൻ്റെ ഒരു ബ്രീഫ്, വളരെ ചെറിയൊരു ബ്രീഫ് തരാം. 40 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാദർ ലേറ്റ് ശ്രീ ജോയ് ജോസഫ് 1983 DDC ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന ഒരു പ്രൊഫഷണൽ ഇൻഡിപെൻഡന്റ് സ്ഥാപനം സ്ഥാപിക്കുകയുണ്ടായി. ഞാൻ ഇതിലേക്ക് കടന്നു വരുന്നത് when I lost him in 2014, 2014 ബോർഡിൽ ഉണ്ടായിരുന്നു, പുറകിലുണ്ടായിരുന്നു. അമ്മച്ചി ഇപ്പോഴും ഉണ്ട്. അമ്മച്ചി അതിന്റെ ബോർഡിൽ DDCയുടെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് DDRCയിലേക്ക് 2014 വന്നു. അത് പല ആധുനിക ചികിത്സ ഡയഗ്നോസ്റ്റിക് സംഗതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി കേരളത്തിലേക്ക്. അത് ജീനോമിക്സ് ലാബിന് വേണ്ടിയിട്ട് നമ്മുടെ കോവിഡ് തുടങ്ങുന്നതിന് 2019 ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ടാണ് ഒരു ജീനോമിക് ലാബിന്റെ സഹായം എന്ന് പറഞ്ഞാൽ ആദ്യം കോവിഡിന്റെ ഔട്ട് ബ്രേക്ക് വന്നപ്പോൾ തന്നെ കിറ്റുകൾ മാത്രം മതിയായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ കോവിഡ് ടെസ്റ്റ് 2020 ലോഞ്ച് ചെയ്യാൻ പറ്റിയത്. ശരിക്കും അതൊരു ജീനോമിക് ലാബായിട്ട് സെറ്റ് ചെയ്ത് ക്യാൻസർ ഡയഗ്നോസിസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രോഗങ്ങൾക്കും വേണ്ടി സെറ്റ് ചെയ്ത് ജനുവരിയിൽ തുടങ്ങി ഇരിക്കുന്ന നേരത്താണ് കോവിഡ് നമ്മളെ ബാധിക്കുന്നത്. ആ കോവിഡിന്റെ അന്നേരം അത് ലാബും കംപ്ലീറ്റ്ലി ആ സെറ്റപ്പ് നിർത്തേണ്ട വന്നു. പിന്നീട് അതിനെ കംപ്ലീറ്റ്ലി നമ്മൾ കോവിഡിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ആ കോവിഡിന്റെ 2 കൊല്ലം ശരിക്കും എല്ലാവർക്കും DDRCയുടെ പല സെന്ററുകളും കോവിഡ് കളക്ഷൻ സെന്റേഴ്സ് ആയിട്ട് 32ഓളം കളക്ഷൻ സെന്റേഴ്സ് ആയിട്ട് മാറി 3 ടെസ്റ്റിംഗ് സെന്റേഴ്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവരിലേക്കും ഈ ടെസ്റ്റ് എത്തിക്കാൻ പറ്റി. അതാണ് ഏറ്റവും അടുത്ത് നടന്ന ഒരു വ്യത്യാസം. പക്ഷെ അതിനു മുമ്പേ തന്നെ പല പല പുതിയ ടെസ്റ്റുകളും 2083 തൊട്ടിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും കൊണ്ടുവരാനായിട്ട് സാധിച്ചു. പിന്നെ എൻ്റെ ഫീൽഡായ ന്യൂക്ലിയർ മെഡിസിൻ ഞാൻ 2003-2004 കാലഘട്ടത്തിലാണ് ബോംബെന്ന് ബാർക്കിൽ നിന്ന് വരുന്നത്. ആ പറയുന്ന ഒരു സമയത്ത് 1-2 ന്യൂക്ലിയർ മെഡിസിൻ സെന്ററുകളെ കേരളത്തിലുള്ളൂ. ഇന്ന് നോക്കുകയാണെങ്കിൽ 17 ന്യൂക്ലിയർ മെഡിസിൻ സെന്റേഴ്സ് ഉണ്ട്. അതിന്റെ കാരണം നമുക്ക് PET-CT പോലുള്ള സംഗതികൾ മരുന്ന് ഇവിടെ ലഭ്യമല്ലായിരുന്നു. ബോംബെ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരികയായിരുന്നു. അപ്പൊ പുതുവൈപ്പിലുള്ള ഒരു ഫെസിലിറ്റിയിൽ മോളിക്കുലർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അത് കോവിഡിന് മുമ്പ് 125 ബെഡിന്റെ ഒരു ഹോസ്പിറ്റൽ തീർന്നിരിക്കുകയാണ്. അത് അടുത്ത കൊല്ലം ഒരു ഏപ്രിൽ-മെയ്യോടുകൂടി ഫുൾ ഫ്ലെഷ് ഹോസ്പിറ്റലായിട്ട് വരും. പക്ഷെ അവിടെ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഈ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവുകയും 2018 അത് കേരളത്തിലുള്ള എല്ലാ 22 ഹോസ്പിറ്റൽസിലേക്ക്, കേരളത്തിലും തമിഴ്നാട്ടിലേക്കുള്ള 22 ഹോസ്പിറ്റൽസിലേക്കും എല്ലാ ദിവസവും രാവിലെ
ഈ മരുന്ന് എത്തിക്കാനും സാധിച്ചു. എന്ന് പറഞ്ഞാൽ അന്നൊക്കെ നമുക്ക് 40,000 രൂപയായിരുന്നു ഒരു ദിവസത്തെ മരുന്നിന് കേരളത്തിലേക്ക്, ഇത് ബോംബെന്നും ബാംഗ്ലൂരിൽ നിന്നും വരുമ്പോൾ. ഇത് നമുക്കൊരു ആവറേജ് 25,000 കുറയ്ക്കാൻ പറ്റി ഓൾമോസ്റ്റ്. അങ്ങനെ 2018 തൊട്ട് 2021 വരെ 17ഓളം ഈ ഫെസിലിറ്റീസ്, ന്യൂക്ലിയർ മെഡിസിൻ സെന്റേഴ്സ്, ക്യാൻസർ ഫെസിലിറ്റി, ക്യാൻസർ ഹോസ്പിറ്റൽസിൽ തുടങ്ങിയിട്ടുണ്ടായി. അപ്പൊ ഇന്ന് ഈ 3 കൊല്ലം കൊണ്ട് ഈ മരുന്നുകളുടെയും ഈ ടെക്നോളജിയുടെയും അവൈലബിലിറ്റി വരുന്നതോടുകൂടി ഇത്രയധികം ഒരു മാറ്റം ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗമാവാനായിട്ട് മോളിക്കുലർ സൈക്ലോട്രോൺസിന് സാധിച്ചു. ഇതുപോലെ തന്നെ DDRCയുടെ ബോഡിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുതിയ 4 വെഞ്ചേഴ്സ് ആണ് ഇപ്പൊ നോക്കുന്നത്. അത് ഡോക്ടർ ജോയ്സ് വെൽനസ് എന്ന് പറഞ്ഞാൽ പലർക്കും വെയിറ്റ് ലോസ്, ആന്റി ഏജിങ്, എക്സർസൈസ് തങ്ങി നിൽക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ വീണ്ടും തുടങ്ങാനായിട്ട് ജിമ്മിൽ പോയി ഓടാൻ തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നടക്കാതിരിക്കുന്ന ഒരു നേരം. അപ്പൊ അതിന് മെഡിക്കലി സൂപ്പർവൈസ്ഡ് ആയിട്ട് എക്സർസൈസ് അങ്ങനെ ചെയ്യേണ്ടാത്ത രീതിയിൽ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി അതിനെ എങ്ങനെ ഒരു തുടക്കം കുറിക്കാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് എന്തൊക്കെ മെഡിക്കലി എയ്ഡഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രോഗ്രാമിലേക്ക് കടക്കാൻ സാധിക്കും. അതിന്റെ വീഡിയോസ് നമുക്ക് പിന്നീട് കാണാം, അത് റിലീസ് ചെയ്യുമ്പോഴേക്കും. അതാണ് വേറെ ഒന്ന്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ. 1 9, 1 8 സ്ത്രീ, ഒരു കൊല്ലത്തില് നമ്പർ ഓഫ് സ്ത്രീകളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 9 അല്ലെങ്കിൽ 1 8 സ്ത്രീകൾക്ക് ബാധിക്കുന്ന ഒരു ക്യാൻസറാണ്. അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ 2 1 സ്ത്രീ, ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന 2 1 സ്ത്രീ മരിക്കുകയാണ് ചെയ്യുക. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഈ 5 പേരെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഒരാളെ മരിക്കുന്നുള്ളൂ. എന്തുകൊണ്ട്? ഇത് വളരെ താമസിച്ച് ഡയഗ്നോസ് ചെയ്യുന്ന കാരണമാണ്. ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഏറ്റവും നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഡോക്ടർമാര്, ഇഷ്ടംപോലെ ആധുനിക ഫെസിലിറ്റീസ്, ആശുപത്രികൾ എല്ലാം ഉണ്ട്. പക്ഷെ ഒരു സ്റ്റേജ് 3, സ്റ്റേജ് 4 അത് 80% അല്ലെങ്കിൽ 65% മുകളിലുള്ള സ്ത്രീകൾ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്നാൽ ഇത്രയും ഫെസിലിറ്റീസ് ഇതിനെ നേരത്തെ ചികിത്സിക്കാൻ ഉണ്ടെങ്കിലും ഇതൊന്നും ആപ്ലിക്കബിൾ ആവത്തില്ല. എന്ന് പറഞ്ഞാൽ ആ ഫലപ്രദമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് പറ്റിയ ഒരു പ്രോഗ്രാം, അതാണ് ഡോക്ടർ ജോയ്സ് മാമോഗ്രാഫി. ഏറ്റവും നേരത്തെ 10 കൊല്ലത്തേന് ഒരു രീതിയിൽ ഈ പറയുന്ന ഒരു ഡയഗ്നോസ്റ്റിക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന്റെ ഒരു പ്രോഗ്രാം, അതാണ് ഡോക്ടർ ജോയ്സ് മാമോഗ്രാഫി. അത് വെറും ഒരു നോർമൽ മാമോഗ്രാം ഇല്ല, 3D ഡിജിറ്റൽ ടോമോ മാമോഗ്രാഫി, ഒരു അൾട്രാസൗണ്ട്, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇലാസ്റ്റോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെക്നിക്കും കൂടെ ചേർത്തിട്ട് ചെയ്യുന്ന ഒരു മാമോഗ്രാഫി. എന്നിട്ട് ഇതിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ MRI ആവശ്യമുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. എന്നിട്ടും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ പാക്കേജിൽ എടുത്തിരിക്കുന്നവർക്ക് PET-CT ആണ് ആവശ്യമെങ്കിൽ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സമഗ്രമായ ഒരു 10 കൊല്ലത്തേന് ഉള്ള ഒരു സ്ക്രീനിങ് പാക്കേജ്, അതാണ് ഡോക്ടർ ജോയ്സ് മാമോഗ്രാഫി. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വീഡിയോയുടെ രൂപത്തിൽ കാണാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമുകൾ. ഇത് കൂടാതെ ഒരു 6 മെഡിക്കൽ സ്റ്റോറിന്റെ ചെയിൻ, ഇൻക്ലൂഡിംഗ് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് 360 ഡിഗ്രീസിൽ എങ്ങനെ വീട്ടിലേക്ക് മരുന്നെത്തിക്കാം, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റോടും കൂടി, അതാണ് ഡോക്ടർ ജോയ്സ് മെഡ് സ്റ്റോർ. ഇനി ഞാൻ എന്റെ ഒഫീഷ്യൽ ദൗത്യത്തിലേക്ക് കിടക്കാം. Sorry to just introduce in a very brief manner before I welcome you on stage. നമുക്ക് എല്ലാവർക്കും അറിയാം, Honorable Member of Parliament MP Sri IV. He does not need any introduction. He has been the second generation and has created a different identity much beyond the legacy he carries, and he carries it very well into tomorrow's world. A person whom we can look upon for anything, and a very supportive person always. ശരിക്കും 2006 DDCയുടെ പനപ്പള്ളി നഗറിന്റെ ഇനോഗ്രേഷനും IV ഉണ്ടായിരുന്നു. അത് ഞാൻ ഓർക്കുന്നതാണ്. ഞാൻ മെയിൻ സ്ട്രീമിൽ ഇല്ല.
ബാബു സാർ ഉണ്ടായിരുന്നു അന്ന് 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 കെ മാണി സാർ ഉണ്ടായിരുന്നു, സാറിന്നില്ല. ഒരുപാട് പേരുണ്ടായിരുന്നു അന്ന്. അപ്പൊ then again for very happy, I would like to welcome you on stage for being here. Thank you very much for being with us always. I would like to now welcome our distinguished MLA, Sri K. Babu sir. നമ്മുടെ ഫാമിലി ആയിട്ടും ഫാദർ ആയിട്ടും കൊല്ലങ്ങളായിട്ട് ഞാൻ ഒക്കെ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് തൃപ്പൂണിത്തുറയിലും എല്ലായിടത്തും എല്ലാ സംരംഭങ്ങൾക്കും എനിക്ക് തോന്നുന്നു 20-25 വർഷത്തിനും മുകളിലുള്ള അടുപ്പമാണ്. ബാബുവിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ വിത്ത് us. കൊച്ചിയുടെ അഭിമന്യ മേയർ അനിൽകുമാർ സാറിന്റെ അഡ്വക്കേറ്റ് അനിൽകുമാർ സാറിന് he needs no introduction, and a person who drives the city in a very developmental way and a very supportive and a productive way. Thank you very much, sir, for being with us today. I would like to welcome you on stage. ഇനി നമ്മോടൊപ്പം എത്തിച്ചേരാവുന്ന ചില പ്രോഗ്രാമുകളുടെ ഡിലേ കാരണമാണ് ശ്രീ ടി ജെ വിനോദ് MLA, ശ്രീ റോജി ജോൺ MLA, ചന്ദ്രപിള്ള സാറ്, ഇവരെല്ലാവരും എത്തിച്ചേരാന്ന് ആ റോജി എത്തിക്കുന്നു. I would like to welcome our distinguished guest, Sri Roji John MLA, on stage, please. Thank you. With that, I would like to I would like to also mention my professors, Dr. M.R. Pillai sir, who's heading the nuclear medicine. He's there here. Multiple other doctors and dignitaries are there. Mohan Vettamakul, my in-laws, my father-in-law, and all of you for coming and gracing this occasion. Your support has always been the driving force to do new things for me, and I wish to, enjoy it all along. And before that, I would like to now get to welcome our two most important guests here. Mamta. She has been the person who actually, when I mentioned mammographia, she said yes to this program without anything because it helps. She's been battling through 2 cancers, through 2 remissions, and still fighting it, and definitely walk through it bravely. To walk through something like cancer with a smiling face and to take it forward and still face it and keep doing things is not an easy job. So, and still be here to pass it on to people. I appreciate it very much, and thank you for being part of this. I welcome you on stage, Mamta, our own Mamta Mohandas. Thanvi, though she's recently started a career, Thanvi is now a South Indian actress, progressing fast. And one thing I forgot to say was, I'm also into movies. I've made 4 movies now. The first one was Vichitram. The second one is Mukundanoni Associates, just released last week. So Thanvi is one of our heroines in that, with Vinit Srinivasan and Suraj.
It is running successfully. You should all watch it. It is getting good laurels. There are 2 more which will be released in time. That NFDC Film Festival 20 shortlist ചെയ്തിട്ടുണ്ട്. അത് ജൂണിൽ ഫിലിം ഫെസ്റ്റിവൽ റൗണ്ട് കഴിയുമ്പോഴായിരിക്കും വരിക. And there's one more in January, Charles Enterprises. So, Thanvi, thank you for being associated with Dr. Joy's Mammographia, and I welcome you on stage. Thank you all once again for being here with us. And sorry if I missed out anybody. Thank you. താങ്ക്സ് എ ലോട്ട് ഡോക്ടർ അജിത് കെ ജോയ്. വളരെ ഭംഗിയായി തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കർത്തവ്യം നിർവഹിച്ചു. വളരെ ഭംഗിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും അദ്ദേഹം സ്വാഗതം ചെയ്തു. ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുൻപും നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. ഇന്നത്തെ നമ്മുടെ ചടങ്ങും നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ഐശ്വര്യത്തോടെ നമുക്ക് ആരംഭിക്കാം. Inviting the dignitaries on stage for the lamp lighting ceremony. Shri Thanvi, Member of Parliament Ernakulam. Ms. Mamta Mohandas, cine actress. Advocate M. Anil Kumar, Mayor of Cochin Corporation. We all know this person. Shri K. Babu, MLA. Shri Roji M. John, MLA Andamali. Shri K. Chandrapillai, GCDA Chairman. I would like to invite Thanvi to join them for the lamp lighting ceremony. Dr. Ajit K. Joy, MD, Dr. Joy's Ventures. Also requesting Mrs. L.C. Joseph, MD of TDC Group of Companies, to kindly join the dignitaries on stage for the lamp lighting ceremony. Also requesting Mrs. Smita Ajit to be part of the lamp lighting ceremony. പ്രകാശത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമായ നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് പുതിയൊരു യാത്രയ്ക്ക് തുടക്കം കുറിക്കാം. ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. ഔപചാരികമായി മനോഹരമായി ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടുള്ള ഒരു തുടക്കം. And I think this is the right moment when we move on to the inaugurational ceremonies of the day, right? Exactly. Once again, thanking all the dignitaries for spreading divine rays and giving us a wonderful start to our function. ഈ സമയം ഇനോഗ്രേഷനിലേക്ക് കടക്കുകയാണ്. Starting with the inauguration of the corporate office. ഉദ്ഘാടന കർമ്മത്തിനായി ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു എറണാകുളം ജില്ലയുടെ മാറ്റത്തിന് മുഖം. The face of the change of Ernakulam district. എറണാകുളം ജില്ലയിൽ ഒരുപാട് പുതിയ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന, എന്നും എറണാകുളം ജില്ലയിലെ ജനങ്ങളുടെ കൂടെയുള്ള the amazing person, the wonderful leader, Shri Thanvi Eden, എറണാകുളം MP. കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷന് വേണ്ടി ഏറെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.
സർ നമുക്കൊരു വിർച്വൽ ഇനോഗ്രേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സോ വി ഹാവ് എ ബസർ ഹിയർ. നമുക്കറിയാം എറണാകുളം ജില്ലയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആളാണ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ ഹൈബി ഈഡൻ MP. ആൻഡ് അദ്ദേഹം ഇന്ന് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ജോയ്സ് വെഞ്ചേഴ്സിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഇനോഗ്രേഷനിലേക്കാണ് കടക്കുന്നത്. എല്ലാവരുടെയും പ്രസൻസിൽ വിത്ത് all your permission, sir, let's move on to the inauguration ceremony. Moving on to the inauguration of Dr. Joyce Ventures Corporate Office. Ladies and gentlemen, revealing the corporate office of Dr. Joyce Ventures. ശ്രീ ഹൈബി ഈഡൻ MP അവർകളെ ഒരുപാട് ബഹുമാനത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. For the inaugural address. ഡോക്ടർ ജോയ്സ് മെഡിസ്റ്റോറിന്റെ ഈ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ അജിത് ജോയ്, കൊച്ചി നഗരസഭയുടെ ബഹുമാന്യനായ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ, മുൻ മന്ത്രി പ്രിയങ്കരനായ തൃപ്പൂണിത്തറ നിയോജകമണ്ഡലത്തിന്റെ MLA ശ്രീ K. ബാബു, അങ്കമാലി MLA പി. റോജി M. ജോൺ, മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമത മോഹൻദാസ്, തൻവി റാം, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, ഈ സംരംഭവുമായി സഹകരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വലിയ സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഹെൽത്ത് കെയർ എന്നുള്ളത് ഒരുപക്ഷെ ക്വാളിറ്റേറ്റീവ് ഹെൽത്ത് കെയർ എന്നുള്ളത് സർക്കാരിന് മാത്രം പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ദൗത്യമല്ല എന്നുള്ളത് നമ്മൾക്ക് പൂർവ്വ അനുഭവങ്ങളുള്ളതാണ്. കേരളം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ദി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഇസ് ഇൻ എ മച്ച് ബെറ്റർ പ്ലേസ്. നല്ല രീതിയിലുള്ള പൊതുജന ആരോഗ്യ സംവിധാനമുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അങ്ങനെ നിലനിൽക്കുമ്പോൾ പോലും എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഇന്ത്യസ് ഫസ്റ്റ് NABH അക്രഡിറ്റഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. പക്ഷേ മെഡിക്കൽ കോളേജിലാണെങ്കിലും ജനറൽ ഹോസ്പിറ്റലാണെങ്കിലും നമുക്ക് നല്ല ഡോക്ടേഴ്സിന്റെ സേവനം, കാരണം സർക്കാർ മേഖലയിൽ ഡോക്ടർമാർ നിലനിൽക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്കുള്ള പേ സ്കെയിലാണ്. പലപ്പോഴും സ്വകാര്യ ആശുപത്രികളുമെല്ലാം ഉയർന്ന നിരക്ക് നൽകി അവരങ്ങോട്ടേക്ക് പോകും. നല്ല സേവനം ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ഇറ്റ് ഇസ് നോട്ട് സഫീഷ്യൻറ്റ്. ഇനിയും സൂപ്പർ സ്പെഷ്യാലിറ്റീസും എറണാകുളം ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. ഇതിന്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് ഇവിടുത്തെ ഒരു പ്രസന്റേഷനിൽ പറഞ്ഞു. ഡോക്ടർ അജിത് ജോയ് ഞങ്ങളുടെ എല്ലാം ഒരു സുഹൃത്താണ്. DDC DDRC എന്ന ആശയത്തിന് വലിയ പിന്തുണ നൽകിയത്, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഒരുപാട് ആളുകൾക്ക്, വിദേശത്ത് പോകുന്ന ആളുകൾക്ക് ഒരു വലിയ മാനദണ്ഡമായിരുന്നു കോവിഡ് ടെസ്റ്റ്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, നൂറുകണക്കിന് ആളുകൾ DDRCയുടെ മുമ്പിൽ വരിവരിയായി ടെസ്റ്റ് റിസൾട്ട്സിന് വേണ്ടി നിൽക്കുന്ന ഒരു കാര്യം. അപ്പൊ ആ ഒരു ആശയം ലബോറട്ടറികളുടെ ജനകീയമായ ഒരു ജനകീയവൽക്കരണത്തിന് തന്നെ DDRC DDC നേതൃത്വം കൊടുത്തിരുന്നു. അതെല്ലാം നമ്മൾക്ക് അവഗണിക്കാൻ പറ്റാത്ത ചില യാഥാർത്ഥ്യങ്ങളാണ്. ആ സംരംഭത്തിൽ നിന്ന് മറ്റൊരു പുതിയ ചുവടുവെപ്പ് അദ്ദേഹം നടത്തുന്നതാണ് ഡോക്ടർ ജോയ്സ് മെഡിസ്റ്റോർ എന്ന ആശയം. ഫാർമസി സ്റ്റോറുകളും അതുപോലെ തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ലബോറട്ടറികളും മറ്റ് അനുബന്ധ പദ്ധതികളുമാണ് അദ്ദേഹം. കടവന്തറയിലാണ് ആദ്യം നമ്മുടെ
റാഡിസൺ ബ്ലൂ ഹോട്ടലിൻ്റെ എതിർവശത്താണ് ആദ്യത്തെ സംരംഭം ആരംഭിച്ചത്. അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസാണ് ഇപ്പോൾ ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല, ഇതിൽ ഒരുപാട് ആളുകൾ സന്നിഹിതരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ട്രാൻസിഷനാണ്. ആ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഗുണമേന്മയുള്ള, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചികിത്സ നൽകുക എന്ന ആശയം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ക്വാളിറ്റേറ്റീവ് ഹെൽത്ത് കെയർ കിട്ടാത്തത് കൊണ്ട്, ഡയഗ്നോസ്റ്റ് നടത്താത്തത് കൊണ്ട്, പ്രോപ്പർ ഡയഗ്നോസിസ് നടക്കാത്തത് കൊണ്ട് ക്യാൻസറിൻ്റെ പല ഘട്ടങ്ങളിൽ എത്തിച്ചേരുന്ന ആളുകളെ നമ്മൾക്കറിയാം. ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ അത് ക്യൂർ ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ വൈറ്റലായിട്ടുള്ള ഡയഗ്നോസിസ് നടത്താനും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്ന് ഡോക്ടർ ജോയ്സ് മെഡിക്കെയറിലൂടെ ഈ ആശയം പ്രചരിപ്പിക്കുന്നത്. അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ജോയ്സ് മെഡിസ്റ്റോറിൻ്റെ ഈ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. നമ്മൾ എല്ലാവരും ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് a person with amazing command over communication to the point എന്നുള്ള പോലെ വളരെ വിജ്ഞാനപൂർണ്ണമായ വാക്കുകളാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. So thanks a lot for coming up, spending your time here and doing the inauguration of the corporate office of Dr. Joyce Ventures out here. And now moving on. So now, ladies and gentlemen, we are moving on to the launch of Dr. Joy's Mammographia, an initiative to help diagnose breast cancer at an early stage. ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, let's take a look at the video. നമസ്കാരം, ദിസ് ഇസ് യുവർ വെരി ഓൺ മമത മോഹൻദാസ്. പലർക്കും അറിയാം എൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ജേർണി ക്യാൻസറുമായിട്ട്. ഹോഡ്കിൻസ് ലിംഫോമ സർവൈവറാണ് ഞാൻ. I would say probably over 2 times. ഞാൻ currently partial remissionലാണ്, which is a good thing. But ഏറ്റവും എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ക്യാൻസർ എനിക്ക് പല രീതിയിൽ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം അതിനേക്കാളും സൈക്കോളജിക്കലിയും ഫൈനാൻഷ്യലിയും എന്നെയും എൻ്റെ ഫാമിലിനെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പലർക്കും അറിയാം, ക്യാൻസർ ഒരു പേടി സ്വപ്നം ആയി തീരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് കറക്റ്റ് സമയത്ത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണം നിങ്ങൾക്കുണ്ടാവും. അത് ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂസിലും പറഞ്ഞതുമാണ്. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. നിങ്ങൾക്കറിയാവോ, 2ൽ 1 സ്ത്രീ പോസിറ്റീവായിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മരിക്കുന്നുണ്ട്. വേറെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഡിഫറെൻ്റ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. 1 in 5 ആണ് മരിക്കുന്നത്. അതിന് കാരണം ഇന്ത്യയിൽ ലേഡീസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യാൻ ഒരുപാട് വൈകുന്നുണ്ടെന്നുള്ളതാണ് വലിയൊരു സത്യം. ഓൾമോസ്റ്റ് 60% വിമൻ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് വളരെ വൈകിയാണ്. അപ്പം തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള അതിൻ്റെ ഔട്ട്കം ഒരു പക്ഷേ മോശമായിരിക്കും. ഇറ്റ് വോണ്ട് ബി ആസ് ഗുഡ് ആസ് ഗെറ്റിംഗ് ദ കണ്ടീഷൻ ഡയഗ്നോസ്ഡ് ഏർലി, റൈറ്റ്? അപ്പം എന്തുകൊണ്ട് ഈ ഒരു മടി, എന്തുകൊണ്ട് ഈ നമ്പേഴ്സ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല? തീർച്ചയായിട്ടും പറ്റും. ഇന്ന് ലോകം മാറുകയാണ്, സ്ത്രീകൾ മാറുകയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. വി ആർ സ്ട്രോങ്ങർ. നമ്മൾ പണ്ടത്തെ പോലെയല്ല. നമുക്ക് ഒരു എൻഡ് ടു എൻഡ് സൊല്യൂഷനാണ് ഈ സമയത്ത് വേണ്ടത്. കാരണം ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് നമ്മൾ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടെസ്റ്റുകൾ എഴുതി തരുമോ എന്നുള്ളൊരു പേടി, ഫാമിലി മെമ്പേഴ്സ് ഇത് എങ്ങനെ ഏറ്റെടുക്കും, എങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു പേടി. ഇന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആണ്, സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഓഫ്കോഴ്സ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്ക് പുരുഷന്മാർ സമ്പാദിക്കുന്ന അത്ര ഒരു സാലറി ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല എന്ന് വരും. ആ സമയത്ത് നമുക്കൊരു എൻഡ് ടു എൻഡ് സൊല്യൂഷൻ തരാൻ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു പ്രൈവറ്റ് ക്ലിനിക് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഒരുപാട് എളുപ്പമായില്ല, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് അറ്റ് എ ഗ്രേറ്റ് കോസ്റ്റ്. സോ ഇവിടെയാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഡോക്ടർ ജോയുടെ മാമോഗ്രഫിയ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം. ഇതൊരു 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു എൻഡ് ടു എൻഡ് സൊല്യൂഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാമോഗ്രാം, അൾട്രാസൗണ്ട്, MRI ആസ് വെൽ ആസ് പെറ്റ് സ്കാൻ വരെ ആവശ്യം വന്നു കഴിഞ്ഞാൽ
ഒരു program will cover all of it. And I also want to stress the വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ഈ പ്രോഗ്രാം വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നും ആലോചിക്കാതെ സൈൻ അപ്പ് ചെയ്തു. And I'm sure that നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നമ്മളിന്ന് പറയുന്നത് സെൽഫ് ലവ് ഉണ്ട്. We want to give ourselves a lot of care. So if I have enrolled for it and I have signed up for it, without thinking a second time, I would really encourage all of you to do it too. So എന്നോടൊപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻഷന് നിങ്ങളും ചേരുക. You will not regret it. Yes, we're pretty sure that no one is going to regret it. Instead, people are going to be really happy about it because this has a really good social cause for it, right? And എനിക്ക് തോന്നുന്നു അജിത് സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8 പേരിൽ അല്ലെങ്കിൽ 9 പേരിൽ ഒരാൾക്ക് being diagnosed with breast cancer. And അതിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന 2 പേരിൽ ഒരാൾ മരിക്കുക, which is 50% death rate എന്ന് പറയുന്നത് it's too high. അപ്പോൾ മമത ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, റൈറ്റ് ടൈമിൽ ഡയഗ്നോസിസ്. ആൻഡ് അതിനുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഡോക്ടർ ജോയ്സ് മാമോഗ്രാഫിയ ഡിജിറ്റൽ മാമോഗ്രാഫി സെന്റർ എന്ന് നമ്മളിവിടെ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിനു വേണ്ടിയിട്ട് ഐ തിങ്ക് വി ഹാവ് ദ ബെസ്റ്റ് ആൻഡ് ദ റൈറ്റ് പേഴ്സൺ, അല്ലേ? Very true, Binoy. We have the perfect person for inaugurating Dr. Joy's Mammografia. മയൂഖയുടെ മലയാള സിനിമയിലേക്ക് വന്നു. അതിനുശേഷം ഒരുപാട് സിനിമകളിലൂടെ നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയ നായികയായി മാറിയ the very beautiful actress Mamta Mohandas. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ മമത ഒരു ഹീറോ തന്നെയാണ്. A true fighter who is an inspiration for all of us. Inviting Mamta Mohandas for the inauguration, please. And ladies and gentlemen, I think we should give a big round of applause. ഒരു നിറഞ്ഞ കൈയടിയോട് തന്നെ നമുക്ക് മമത മോഹൻദാസിനെ സ്വാഗതം ചെയ്യാം for the inauguration ceremony. And here we go, ladies and gentlemen, Dr. Joy's Mammografia Digital Mammography Center in Kochi. Let's have a huge round of applause, ladies and gentlemen, presenting Dr. Joy's Mammography. Yes, so ഒരു revolutionary inauguration, a revolutionary concept in the inauguration of Mamta, you have done that. And we really want to know like what you got to say. Mamtake എന്താണ് പറയാനുള്ളതെന്ന് ആകാംക്ഷപൂർവ്വം കേൾക്കാനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. So inviting you, please. ആകാംക്ഷയോടെ കാത്തിട്ടുണ്ട്, പക്ഷെ പറയേണ്ടതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു എന്നാ തോന്നുന്നത്. വെരി ഗുഡ് ആഫ്റ്റർനൂൺ എവറിബഡി. ഈ വേദിയിലിരിക്കുന്ന റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ്, I know all of you, so it's lovely to meet you all again at another event. Dr. Joy, thank you so much for having me here. So I think as it's explained in the video, വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയേണ്ടത് ഇവിടെ ഈ വേദിയിൽ വെച്ച് പറയേണ്ട കുറേ കാര്യങ്ങൾ ഓൾറെഡി ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി വീഡിയോ ആണത്. You know, when I met Dr. Joy for the first time, which was not so long ago, it really did not take me much time to, like he said, eduthu chaadi, sign up edu, or I wanted to, I showed interest. And the reason for this is, I remember when I was diagnosed with lymphoma, I kept changing doctors because it took me some time to ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഡോക്ടർ തന്നെ എന്നെ ചികിത്സിക്കണം, ഞാൻ ചോദിക്കുന്ന 1000 ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരു ഡോക്ടർ ആയിരിക്കണം എന്നുള്ള നിർബന്ധമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് സൈക്കോളജിക്കലി ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും. അറ്റ് ദ ഏജ് ഓഫ് 24 you're diagnosed with something which is I think kind of catapults your life to thinking like an old person, and suddenly, because you do associate terminal diseases with old age, right? So you're not expecting to be ആ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു ഹേർഡിൽ ക്രോസ് ചെയ്യും, അതോ നമ്മളെ തടുത്ത് നിൽക്കും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ല. സോ ഐ കെപ്റ്റ് ഡൂയിങ് മൈ I was at a very sensitive point because I was already advancing to a stage 3, and I remember I was waiting for the right doctor, and some of the biggest names in Chennai, I was not happy with the way they responded to some of my questions. I felt they were too busy for me. So that is where, someone like Dr. Joy and the amount of time we spent together on our very first visit,
mattered so much to me because എടുത്തു പറയേണ്ട വേറെ കാര്യം ഇസ് ഒരു ഫാന്റാസ്റ്റിക് ബ്ലഡ് ലൈൻ എന്നാണ് ഡോക്ടർ ജോയ് വരുന്നത്. Whose father needs no introduction, whose bloodline needs no introduction, especially in Kerala. So what he's doing today, launching here with his first clinic, Mammographia, ഈ ഒരു സംരംഭത്തിനോട് അസോസിയേറ്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. What he's doing is an act of service, and the program that we are launching here today, which is the breast cancer screening program, is going to be made available to women at unbelievable prices, extremely competitive, and you cannot imagine getting something like this anywhere, because it takes a lot of infrastructural restructuring to get something like this offered to people at such a beautiful price. So ഞാൻ encourage ചെയ്യുന്നു എല്ലാ സ്ത്രീകളും എത്രയും പെട്ടെന്ന്, because 30-35 കഴിഞ്ഞാൽ it's an ideal time for every woman to start doing self breast examination, plus people like me who have had a history with cancer in the past, എപ്പോഴും ഒരു സെക്കൻഡറി ക്യാൻസർ സിമിലർ ഏരിയയിൽ ഡെവലപ്പ് ചെയ്യാൻ ചാൻസസ് കുറച്ച് കൂടുതലാണ്. സോ ഇറ്റ് ഇസ് ഓൾവേസ് ഗുഡ് ടു സ്റ്റേ ahead of the disease. But most often നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് when it comes to cancer especially is we are allowed the fear to get ahead of us. അപ്പോൾ ആ ഒരു കാര്യമാണ്, ആ ഒരു സ്റ്റിഗ്മയാണ് മാറ്റേണ്ടത്. ഇന്ന് ലോകം ഒരുപാട് മാറുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ when I was diagnosed 2009, ആ സമയത്ത് സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ടൂൾ, ഇൻഫാക്ട് ഈവൻ ഒരു പേഷ്യൻറ്റിന് ഒരു ഫാമിലി മെമ്പർ കൊടുക്കേണ്ട സപ്പോർട്ട് ഒരു പോസിറ്റീവ് രീതിയിൽ നമ്മുടെ മനസ്സ് തട്ടുന്ന രീതിയിൽ അത് എത്തിക്കാൻ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. സി ടുഡേ വി ഹാവ് I've seen a patient and the mother making a nice TikTok video. It could be from the hospital when the person's going through chemo. So the world has changed a lot. Innu oru pedi swapnam alla cancer. So that also means that you need to keep in mind, earlier you diagnose, and experience nanu parayunnathu, the earlier you diagnose your cancer, the better the outcome. And trust me, I vouch for this. ഞാൻ എപ്പോഴും പറയും that നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നത് നമ്മുടെ ഫാമിലിയിലോ നമുക്കോ അത് ബാധിക്കുമ്പോൾ മാത്രമാണ്. സോ I always tell people, whether you have it or not, someone you know, I'm sure, is fighting cancer right now. So how to make the job easier for them? How can you help them? ഒരു സേവനമാണ്. നമ്മൾക്ക് ഇന്ന് ഇവിടെ ലഭിക്കുന്ന ഇൻഫർമേഷൻ, നോളജ് അത് ഷെയർ ചെയ്യുക. So early diagnosis means great outcome. It means amazing prognosis. It makes the stress levels on everybody really come down. And then you have a more angotu support in the society. So I always believe as much as bad is happening in this world, there's also a lot of people who are doing amazing greatness and good for this world as well. So Dr. Joy, thank you so much for making me a part of this, with this association. I think I'm going to gain a lot. It's not another selfish interest. So I'm going to take this as an act of service as well. And I promise that every support that you need in every way will be there till I breathe my last. This is amazing, and I hope that Mammographia matramalla, Mammographia clinic, we are hoping to expand it to almost 20 centers, if I'm not wrong, across 10 centers in Kerala. Hopefully we will be coming up with a Trivandrum center shortly. But first, we are hoping for the best when it comes to Cochin. And anyway, in Sandosha, it's very close to my house, like literally 5 minutes. It's a fantastic facility. ഞാൻ ബിൽഡിംഗ് പോയി കണ്ടിരുന്നു. ഇൻഫാക്ട് നമ്മൾ ആ ചെയ്തിരിക്കുന്ന വീഡിയോ ആ സെന്ററിൽ തന്നെയാണ്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ഐ തിങ്ക് ദ വെൽനെസ് ഇസ് ഓൾസോ ഗോയിങ് ടു എക്സിസ്റ്റ് ഇൻ ദ സെയിം ബിൽഡിംഗ്. ഇറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ എൻഡ് ടു എൻഡ് സൊല്യൂഷൻ, നോട്ട് ഓൺലി ഫോർ breast cancer. It's an end-to-end wellness center. So I think you will not regret it. Please come and visit the facility. It's beautiful. It's a great association. I think we are going to do some great things together. And thank you so much all for being here. Thank you media partners, everybody. All of you have been fantastic. And whoever has
helped Dr. Joy to get to where he is today. Family avam, all of you, thank you so much, because I believe that family is everything, because I wouldn't be standing here today if not for my parents. So with these words, ഞാനിവിടെ നിർത്തുന്നു. Thank you so much for being a lovely audience, and we'll meet you on the next event. Thank you so much, Mamta, for talking to us from your heart and wonderfully explaining the initiative in the video and also on stage. Let's have a big round of applause for the woman she is, for the fighter she is, Mamta Mohandas, ladies and gentlemen.